ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ, ദിവസം മാസമൊക്കെ ആയി തോന്നുന്നുണ്ട്. അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നത്. പിന്നെ ഈ ഈദിൻ്റെ വ്ളോഗും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇവർ മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് കുട്ടികൾ കയറുകയാണ്. അപ്പോൾ മിന്നൂസ് ഇല്ല കേട്ടോ. മിന്നൂസ് ഉള്ളമ്മൻ്റെ വീട്ടിലേക്ക് പോയിട്ട് വന്നിട്ടില്ല. പെരുന്നാളായിട്ട് പനിയൊക്കെ പിടിച്ച് എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പനിയും വയറുവേദനയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ വയറുവേദനയൊക്കെ വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ ഇഞ്ചി ചതച്ചിട്ട് നീരെടുത്തിട്ട് അതിൽ ലേശം ഉപ്പും ഇടുക. എന്നതിന് ശേഷം ചാലിച്ചതിന് ശേഷം ആ നീര് കുടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വയറുവേദന നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവരുണ്ട് വെച്ചെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളേ. ഇപ്പം എല്ലായിടത്തും ഉണ്ട് ഇങ്ങനെ മൊത്തത്തിൽ, കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരാൾക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയും പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ഷീണമൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. ഉമ്മാക്കൊക്കെ പനിയൊക്കെ പിടിച്ചു, ബാക്കിയുള്ളവരൊക്കെ വയറുവേദന തന്നെയായിരുന്നു. അപ്പോൾ ഇതുപോലെ ചെയ്യും കേട്ടോ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ മാറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഫഹദ് ഇതങ്ങനെ വരുന്നത്, ഞാൻ ഓനെങ്ങനെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ പാടത്ത് ഇതാ നെല്ലൊക്കെ വലുതായി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. കതിരൊന്നും ആവാനായിട്ടില്ല. പിന്നെ ഈ ഒരു കണ്ടത്തിൽ ഇട്ടിട്ടൊന്നുമില്ല. പിന്നെ പന്നികൾ നല്ല ഉണ്ട് കേട്ടോ. വൈകുന്നേരം 9 മണിയായി കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ പന്നികളെ വിളയാട്ടാണ്. പാടത്ത് മൊത്തം കണ്ട കുത്തി മറിച്ചിട്ട് വരമ്പ് നടക്കാനൊന്നും ഇല്ലാണ്ടാക്കിയിട്ടിരിക്കണ്. അങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല മഴക്കാറുണ്ട് രാവിലെ തന്നെ. പിന്നെ ഇത് ആദ്യം കാണാൻ ഒരു വിചാരിക്കുന്നത് എന്താ ഇപ്പം ഇങ്ങനെ ഒരു വഴി കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലേക്കുള്ള വഴി തന്നെയാണ്. ഇതുപോലെ പാട വരമ്പത്ത് കൂടെയാണ് കേട്ടോ നമ്മളെ വീട്ടിലേക്ക് പോവുക. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ നാട്ടിലത്തെ വിശേഷങ്ങളൊക്കെ? മഴയൊക്കെ നല്ലോണം ഉണ്ടാവും. ഇവിടെ മഴ ഒന്ന് പെയ്യും ഒന്ന് തോരും, അങ്ങനത്തെ ഒരു ലെവലാണ് ഇപ്പോൾ കേട്ടോ. എന്നാൽ നമ്മളെ ഡ്രസ്സൊക്കെ നരമ്പ് നിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് വാരുമ്പത്തിന് തന്നെ പിന്നെയും മഴ പെയ്യും. അങ്ങനെ അവർ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കുറച്ച് മുന്നെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. പെരുന്നാളിലൊക്കെ മുന്നത്തേന് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ എഡിറ്റ് ചെയ്യുമ്പോഴാണല്ലോ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ കിട്ടിയൊരു വീഡിയോ ആണ്. ഞങ്ങൾ കുട്ടികളെ വിളിക്കാൻ, ഫഹദിനെ വിളിക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ് കേട്ടോ. റോട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കയറി നിൽക്കുമ്പോൾ ഇങ്ങനെ പാടായ കാരണേ ചില സമയത്ത് നായ്ക്കളൊക്കെ നല്ലോണം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ കയറുമ്പോൾ മിന്നൂസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറുകയാണ് ഓള്. ഇറക്ക് മീനുണ്ടാ? ഉണ്ടടി, മീൻ തരി കുഴിയിൽ. അവിടെ കണ്ടത് അവിടെ ഫ്രണ്ടിൽ നോക്കിയിട്ട് കണ്ടാ മീനുണ്ട് കേട്ടോ. കണ്ടാ കണ്ടില്ല? അതല്ല പൊട്ടത്തി, അതല്ല, അത് മീനല്ല. അങ്ങോട്ടോക്ക് അവിടെ കിടക്കുന്ന നോക്ക്. ഷാദിലി കാക്ക പോണതാ. ഷാദില് പോണതാ. ഞങ്ങൾ വീട്ടിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും സാധനങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട് ഇക്കാകെ ഇളയച്ചനായാലും അങ്ങനെ ആരെങ്കിലും തരാൻ വേണ്ടിയിട്ട് റോട്ടിലേക്ക് കയറി നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ സാധാരണ ഞങ്ങൾ മുണ്ടാണ്ട് ചിലപ്പോൾ ചെരുപ്പ് എടുത്തിട്ട് പുറത്തേക്ക് വരുന്നത് നോക്കി നിൽക്കട്ടോ. അവർ പിന്നാലെ ഓടാൻ വേണ്ടിയിട്ട് ഒരാൾ കയറി നിന്നിട്ട് വെച്ചെങ്കിൽ വരിയായിട്ട് എല്ലാവരും വരും. അപ്പോൾ അതാണ് അവസ്ഥ. ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ എല്ലാവർക്കും മടിയാട്ടോ. എന്തെങ്കിലും തരാനാണെച്ചെങ്കിൽ അപ്പം കയറി നിൽക്കാൻ പറയുക ചെയ്യുക റോട്ടിക്ക്. അപ്പോൾ അപ്പത്തിന് എല്ലാവരും വരും കേട്ടോ. അന്ന പോലെയാണ് ഇപ്പോൾ മിന്നൂസ് നമ്മൾ ഇറങ്ങണ കണ്ടപ്പോഴത്തേന് പിന്നാലെ ഓടി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ കയറിയതാണ്. വീഡിയോയിലേക്ക് അങ്ങോട്ട് വരാൻ പണിയാണ് കേട്ടോ. വരുന്ന ഇഷ്ടമാണ്, പക്ഷേ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങോട്ട് തുടങ്ങാൻ പണി. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓളെ ഏറ്റെടുക്കും പിന്നെ മൊത്തട്ടോ. അപ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പറയും. ഇന്നിപ്പോൾ ഇതാ വെയിലൊക്കെ ഒന്ന് ഒതിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസം നല്ല മഴയുള്ള ദിവസം തന്നെയായിരുന്നു. നമ്മളൊക്കെ തുറന്നിട്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ? ഫ്രണ്ട്സിനൊക്കെ ഉണ്ടോ? പഴയ ഫ്രണ്ട്സുകളൊക്കെ കിട്ടിയപ്പോൾ വിശേഷം പറയും സ്കൂളത്തെ. ഇങ്ങോട്ട് വാ, അടുത്തേക്ക് വാ, കേൾക്കാനില്ല. എന്തൊക്കെയാണ് വിശേഷം? സ്കൂളത്തെ വിശേഷങ്ങൾ എന്തൊക്കെ? പുതിയ ടീച്ചറൊക്കെ എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് നോക്കി പറയും. എങ്ങനെയുണ്ട് ടീച്ചർ? എങ്ങനെയുണ്ട് പുതിയ ടീച്ചർ? അടിപൊളിയാ? പാട്ടൊക്കെ പാടി തന്നോ ടീച്ചർ? ഏത് പാട്ടാ പാടി തന്നു? ആനയുടെ അറിയോ? നിനക്കറിയില്ല? ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോ? പുതിയ ഫ്രണ്ട്സുള്ള ഹംദാനി അറിയും. ഹംദാനി ഇങ്ങോട്ട് വരാനാ നമ്മൾ പോകുന്നത് കണ്ടിട്ടുണ്ടാവും. ഹംദാനി അകത്താ? ഇങ്ങോട്ട് നോക്ക്. ഈ എന്തെങ്കിലും പറയാത്തെന്താ? പറയും സ്കൂളത്തെ വിശേഷമൊക്കെ ഒന്ന് പറഞ്ഞ. സ്കൂളിൽ എന്തൊക്കെയാണ് പുതിയതായ മാറ്റങ്ങളൊക്കെ വന്നിരിക്കുന്നത്? എന്തൊക്കെയാണ്?
പിന്നെ ഇപ്പം എത്രയിലേക്കാണ്? 10ാം ക്ലാസ്സിലേക്കാണോ 5ാം ക്ലാസ്സിലേക്കാണോ? 1ാം ക്ലാസ്സിലേക്കാ? എന്നിട്ട് പറയ് ബാക്കി ശേഷം പറയും. എന്തൊക്കെ സ്കൂളിൽ എന്തൊക്കെ ഉണ്ടായി എന്നൊക്കെ പറയ്. ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകും 1ാം ക്ലാസ്സിലേക്ക്. ഇന്നലെ പോയില്ലേ? ഇന്ന് പോയി ഒന്ന് ഇങ്ങോട്ട് നോക്കി പറയും. ഇന്ന് വൈകുന്നേരം വേറെ ഉണ്ടായിരുന്നു. പിന്നെന്താ? അത്രേ ഉള്ളൂ? വേറെ ഒന്നും പറയാനില്ല? വിളിച്ചില്ല. ഈ വിളിച്ചോ സ്കൂളിൽ വന്നിട്ട്? എന്താ കഴിച്ചേ സ്കൂളിൽ വന്നിട്ട്? എന്തെങ്കിലും കഴിച്ചാ? പിന്നെ എന്താ എൻ്റെ പിന്നാലെ ഓടിപ്പോന്ന്? എന്തെങ്കിലും കഴിക്കായിരുന്നില്ലേ? പൊട്ടിക്കണ്ട, വല്ല ജന്തുക്കളും ഉണ്ടാവും കൊന്തയില്. പോണ്ടടി. എന്താ എനിക്കൊന്നും എൻ്റെ ഒപ്പം തുണക്കുന്നാല്? ഇന്നെ ഒറ്റക്കാക്കിയിട്ട് എനിക്ക് പോവാൻ തോന്നുന്നുണ്ടോ ഇവിടുന്ന്? തോന്നുന്നുണ്ടോ എന്നെ ഒറ്റക്കാക്കി പോവാൻ എനിക്ക്? ആയിക്കോട്ടെ, പോവുണ്ടോ? വിശക്കുണ്ടെങ്കിൽ പോയിക്കോട്ടെ, പോയി കഴിച്ചോ, പോയിക്കോ. നമ്മ മുത്ത് വന്നിട്ട് വരാം. പോയിക്കടി. കല്ല് പൗഡറോ? കല്ല് പൊടിച്ച് ഇതാക്കിയതല്ലേ? ഇത് സിമെന്റിന്റെ ഇതാണല്ലോ, നോക്കട്ടെ. നല്ല പൗഡർ കേട്ടോ, വെളുത്തിട്ട് പാറും. കാണാനില്ലല്ലോ. എന്തൊരു കൊതുക് വെച്ചിട്ട് അവിടെ നല്ല കൊതുകുണ്ട്. ഇവിടെയൊക്കെ നല്ല പൊന്തകളാണ് കേട്ടോ, അത് കാരണമാണ് ഭയങ്കര കൊതുക്. പിന്നെ വെള്ളം ഇപ്പം ഇങ്ങനെ കുറച്ചിങ്ങനെ നിൽക്കണല്ലോ, ചിലപ്പോൾ ഇത് നിൽക്കുന്നുണ്ടാവട്ടെ, പറയാൻ പറ്റില്ല. എന്താ പണി? എന്താ പൊതിയിലെന്താ? വെറ്റില തിന്നണ ആൾക്കാരെ മാതിരി എന്താ പറയുക, മടക്കി പിടിച്ചിട്ടുണ്ടല്ലോ. അതാ വിചാരിച്ചു. എടി പെണ്ണ, അപ്പം എന്തായാലും വല്ല ജന്തുക്കളും ഉണ്ടാവും കേട്ടോ. അത് മുടി നല്ല സ്റ്റൈലിലൊക്കെ കെട്ടിയതല്ല. അങ്ങോട്ട് തിരിഞ്ഞാൽ നോക്കട്ടെ, അപ്പുറം ആ സൈഡ് വെക്കട്ടെ, അപ്പുറം സൈഡ് വെക്കട്ടെ. രണ്ട് കൊമ്പൊക്കെ ആക്കിയിട്ടുണ്ടല്ലോ. അങ്ങനെ ഒടുവിൽ കാത്തിരിപ്പിന് ശേഷം ഫഹദ് വന്നിട്ടുണ്ട്. ഫഹദ് ഇപ്രാവശ്യം സ്കൂൾ മാറിയിട്ടുണ്ട്. GSS കുമരനെല്ലൂരാണ് പഠിക്കുന്നത്. 8ാം ക്ലാസ്സിലേക്ക്. നമ്മുടെ അക്കിത്തവും MT വാസുദേവൻ നായരൊക്കെ പഠിച്ചിറങ്ങി പോയ സ്കൂളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെയാണ് പോകും പഠിക്കണത്. അങ്ങനെ വന്നതിന് ശേഷം നമ്മൾ വീട്ടിൽ പോകാൻ കേട്ടോ. ഇനിയിപ്പോൾ ഈ പാടത്തു കൂടെ തന്നെ അങ്ങോട്ട് പോകണം. അപ്പോൾ ഇനി വന്നപ്പോൾ തന്നെ ചോദിച്ചിരിക്കുന്നത് സ്കൂളിൽ നിന്ന് യൂണിഫോം കിട്ടിയോ അടിച്ചിട്ട് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ യൂണിഫോം കടയിൽ അടിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടാൻ ഇപ്പോൾ നല്ല താമസമായിരുന്നല്ലോ. അപ്പോൾ പിന്നെ അതാണ് ചോദിച്ചിട്ട് വരുന്നത്. കുട്ടികളൊക്കെ ഇട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം കാര്യങ്ങളും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ നാടും വീടും കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇഷ്ടമായില്ലേ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കും. പിന്നെ ഞങ്ങളുടെ കട്ട സപ്പോർട്ട് ഞങ്ങൾ കൂടെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാതെ വരേക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.